ഹായ് ഓൾ, വെൽക്കം ടു PSC മെമ്മറൈസ്. 2024 ഒക്ടോബർ 26 തൊഴിൽ വാർത്തയിൽ വന്ന കറണ്ട് അഫയേഴ്സും അതിന്റെ വിശദാംശങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ തുറമുഖ പദ്ധതിയുടെ ശിലാസ്ഥാപനം അടുത്തിടെ നടന്നു. എവിടെ? ഉത്തരം മഹാരാഷ്ട്രയിലെ പാൽഗറിലെ വാധാവനിൽ. ഗുജറാത്തിനോട് ചേർന്നുള്ള ദഹാനു കടലോരത്ത് നിന്ന് 4.5 നോട്ടിക്കൽ മൈൽ അകലെയാണ് നിർദ്ദിഷ്ട തുറമുഖം. സമുദ്രത്തിൽ നിന്ന് 1448 ഹെക്ടർ വീണ്ടെടുത്താണ് നിർമ്മാണം. 24,000 കണ്ടെയ്നർ ശേഷിയുള്ള കപ്പലുകൾക്ക് ഇവിടെ നങ്കൂരമിടാനാകും. കേന്ദ്ര സർക്കാർ ഉടമസ്ഥതയിലുള്ള ജവഹർലാൽ നെഹ്റു തുറമുഖ അതോറിറ്റിയും മഹാരാഷ്ട്ര മാരിടൈം ബോർഡും ചേർന്നുള്ള സംയുക്ത സംരംഭം 2030 പൂർത്തിയാകും. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിന്റെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിന്റെ പുതിയ പേര്? ഉത്തരം ശ്രീവിജയപുരം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നാവിക ഓഫീസറായിരുന്ന ആർച്ചിബാൾഡ് ബ്ലെയറിനോടുള്ള ആദരസൂചകമായാണ് 1789 പോർട്ട് ബ്ലെയർ എന്ന പേര് നൽകിയത്. നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായി ത്രിവർണ പതാക ഉയർത്തിയത് 1943 ഡിസംബർ 30 പോർട്ട് ബ്ലെയറിലാണ്. അടുത്തിടെ തകർന്നു വീണ ഛത്രപതി ശിവജി പ്രതിമ എവിടെയാണ്? ഉത്തരം മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗ് കോട്ടയിൽ. കനത്ത കാറ്റിലാണ് പ്രതിമ തകർന്നു വീണത്. 2023 ഡിസംബർ 4 ഈ പ്രതിമ അനാച്ഛാദനം ചെയ്തത്. 2.5 കോടി രൂപ ചെലവഴിച്ച് നാവികസേനയുടെ മേൽനോട്ടത്തിൽ നിർമ്മിച്ച പ്രതിമയ്ക്ക് 35 അടി ഉയരവുമുണ്ടായിരുന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയായ സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിൽ കേരള പോലീസ് പുലർത്തിയ മികവിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഏത് അംഗീകാരമാണ് ലഭിച്ചത്? ഉത്തരം ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്ററിന്റെ അംഗീകാരം. ഏത് ചുഴലിക്കാറ്റാണ് അടുത്തിടെ വിയറ്റ്നാം, ഫിലിപ്പീൻസ്, ദക്ഷിണ ചൈന തുടങ്ങിയിടങ്ങളിൽ വൻ നാശം വിതച്ചത്? ഉത്തരം യാഗി. ജപ്പാനാണ് യാഗി എന്ന പേര് നിർദ്ദേശിച്ചത്. പാരീസിൽ 2024 ഓഗസ്റ്റ് 28 മുതൽ സെപ്റ്റംബർ 8 വരെ നടന്ന ഭിന്നശേഷിക്കാരുടെ ലോക കായികോത്സവമായ പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് എത്ര മെഡലുകൾ ലഭിച്ചു? ഉത്തരം 29. 7 സ്വർണം, 9 വെള്ളി, 13 വെങ്കലം എന്നിങ്ങനെ നേടിക്കൊണ്ട് ഇന്ത്യ 18ാം സ്ഥാനം നേടി. ടോക്കിയോ പാരാലിമ്പിക്സിൽ 19 മെഡൽ നേടിയ ഇന്ത്യ 24ാം സ്ഥാനത്തായിരുന്നു. 220 മെഡലുമായി ചൈന ഇക്കുറി 1ാം സ്ഥാനം നേടി. 124 മെഡലുമായി ബ്രിട്ടൻ 2ാം സ്ഥാനത്തുമെത്തി. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർഡ് വിഭജനത്തിന്റെ ഭാഗമായി ത്രിതല പഞ്ചായത്തുകളിലെ വാർഡുകളുടെ എണ്ണം പുതുക്കി നിശ്ചയിച്ചു. എത്ര വാർഡുകളാണ് സംസ്ഥാനത്ത് ഗ്രാമപഞ്ചായത്തുകളിൽ വർദ്ധിച്ചത്? ഉത്തരം 1375. 941 ഗ്രാമപഞ്ചായത്തുകളിലെ 15,962 വാർഡുകൾ 17,337 ഉയർന്നു. 152 ബ്ലോക്ക് പഞ്ചായത്തുകളിലെ 2080 വാർഡുകൾ 2,267 വർദ്ധിച്ചു. 14 ജില്ലാ പഞ്ചായത്തുകളിലെ 331 ഡിവിഷനുകൾ 346 ഉയർന്നു. ഏറ്റവും കൂടുതൽ വാർഡുകൾ വർദ്ധിപ്പിച്ചത് മലപ്പുറം ജില്ലയിലാണ്. കുറവ് വയനാട്. ക്രൊയേഷ്യയിലെ പുതിയ ഇന്ത്യൻ സ്ഥാനപതി? ഉത്തരം അരുൺ ഗോയൽ. തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരിക്കെ കാലാവധി അവസാനിക്കുന്നതിന് 3 വർഷം മുൻപ് സ്ഥാനം രാജിവെക്കുകയായിരുന്നു. 2ാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത ഏത് സൈനികന്റെ 100ാം പിറന്നാളാണ് അടുത്തിടെ ഇന്ത്യൻ സൈന്യം ആഘോഷിച്ചത്? ഉത്തരം റിട്ടയർഡ് ലാൻസ് നായിക് ചരൺ സിംഗിന്റെ. 1924 സെപ്റ്റംബർ 7 ഹിമാചൽ പ്രദേശിൽ ജനിച്ച ചരൺ സിംഗ് 1942
സൈനിക സേവനം ആരംഭിച്ചു. ഓസ്ട്രേലിയൻ പ്രാദേശിക സർക്കാരിൽ മന്ത്രി പദവിയിലെത്തിയ ആദ്യ മലയാളി. ഉത്തരം ജിൻസൺ ചാൾസ്. കോട്ടയം പാലാ സ്വദേശിയാണ്. നോർത്തേൺ ടെറിട്ടറിയിലാണ് ഇദ്ദേഹം മന്ത്രിയായത്. രാജ്യത്തെ കാലാവസ്ഥാ പ്രവചന സംവിധാനം മെച്ചപ്പെടുത്താനായി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന പദ്ധതി. ഉത്തരം മിഷൻ മൗസം. 2000 കോടി രൂപ ചെലവഴിക്കുന്ന പദ്ധതിയിൽ കനത്ത മഴയെ തടഞ്ഞു നിർത്താനുള്ള സാങ്കേതിക വിദ്യ ഉൾപ്പെടെയുള്ള വികസിപ്പിക്കും. സംസ്ഥാനത്തെ 7ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ. ഉത്തരം KN ഹരിലാൽ. 2 വർഷമാണ് കാലാവധി. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ വിഹിതം തീരുമാനിക്കുന്നത് ധനകാര്യ കമ്മീഷനാണ്. അടുത്തിടെ അന്തരിച്ച ആൽബർട്ടോ ഫ്യൂജിമോറി ഏത് തെക്കേ അമേരിക്കൻ രാജ്യത്തെ മുൻ പ്രസിഡന്റായിരുന്നു? ഉത്തരം പെറു. 1990-2000 കാലത്ത് ഉരുക്കുമുഷ്ടിയാൽ രാജ്യം ഭരിച്ച ഫ്യൂജിമോറി അധികാരഭ്രഷ്ടനായ ശേഷം തന്റെ ഭരണകാലത്തു നടന്ന മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പേരിൽ 25 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ടിരുന്നു. മാനുഷിക പരിഗണന നൽകി ഭരണഘടനാ കോടതി കഴിഞ്ഞ വർഷം അവസാനം വിട്ടയച്ചു. സംഘടനാ പദവിയിലിരിക്കെ അന്തരിച്ച CPMന്റെ എത്രാമത്തെ ജനറൽ സെക്രട്ടറിയാണ് സീതാറാം യെച്ചൂരി? ഉത്തരം ആദ്യത്തെ. 2015 മുതൽ തുടർച്ചയായി 3 തവണയായി ജനറൽ സെക്രട്ടറി പദം വഹിക്കുകയായിരുന്നു. 2005 മുതൽ 2017 വരെ പശ്ചിമ ബംഗാളിൽ നിന്നുള്ള രാജ്യസഭാ അംഗമായും പ്രവർത്തിച്ചു. ഏഷ്യയിലെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ടത്? ഉത്തരം ഇരവികുളം. ഇരവികുളത്തെ ഭിന്നശേഷി സൗഹൃദ ദേശീയോദ്യാനമായും പ്രഖ്യാപിച്ചു. പുറം തള്ളുന്ന കാർബൺ ഡയോക്സൈഡിനേക്കാൾ അധികം വലിച്ചെടുക്കുന്ന ദേശീയോദ്യാനത്തിനാണ് കാർബൺ നെഗറ്റീവ് പദവി ലഭിക്കുന്നത്. US ഓപ്പൺ ടെന്നീസ് സിംഗിൾസ് വനിതാ വിഭാഗത്തിൽ കിരീടം നേടിയത്? ഉത്തരം ആര്യാന സബലെങ്ക. ഫൈനലിൽ അമേരിക്കയുടെ ജെസിക്ക പെഗുലയെയാണ് തോൽപ്പിച്ചത്. പുരുഷ വിഭാഗത്തിൽ ഇറ്റലിയുടെ യാനിക് സിന്നറിനാണ് കിരീടം. US ഓപ്പണിൽ കിരീടം നേടുന്ന ആദ്യ പുരുഷ ഇറ്റാലിയൻ താരമാണ് സിന്നർ. രാജ്യത്തെ ആദ്യ വന്ദേ മെട്രോ ട്രെയിൻ സർവീസ് ആരംഭിച്ചത് എവിടെയാണ്? ഉത്തരം ഗുജറാത്ത്. ഭുജിൽ നിന്ന് അഹമ്മദാബാദിലേക്കാണ് സർവീസ്. 360 കിലോമീറ്റർ യാത്ര 5 മണിക്കൂർ 45 മിനിറ്റിൽ പൂർത്തിയാകും. ഏഷ്യൻ ഒളിമ്പിക് കൗൺസിലിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ? ഉത്തരം രൺധീർ സിംഗ്. 2028 വരെ കാലാവധിയുണ്ട്. ഒളിമ്പ്യൻ കൂടിയായ സിംഗ് 2021 മുതൽ OCAയുടെ ആക്ടിംഗ് പ്രസിഡന്റായി പ്രവർത്തിച്ചു വരികയാണ്. US പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ബഹിരാകാശത്തു നിന്ന് വോട്ട് ചെയ്ത ആദ്യ വ്യക്തി ആരാണ്? ഉത്തരം ഡേവിഡ് വോൾഫ്. 1997 US സംസ്ഥാനമായ ടെക്സസ് ആണ് നാസയിൽ ഉദ്യോഗസ്ഥർക്ക് ബഹിരാകാശത്തു നിന്ന് വോട്ട് ചെയ്യാൻ അനുവദിക്കുന്ന നിയമം ആദ്യം പാസാക്കിയത്. അതേ വർഷം മിർ ബഹിരാകാശ നിലയത്തു നിന്നുമാണ് നാസയുടെ ഡേവിഡ് വോൾഫ് വോട്ട് ചെയ്തത്. ഇതോടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ പോയിന്റ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തിരിക്കുന്നു. ബാക്കിയുള്ള പോയിന്റ്സ് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.